കഥ വീണ്ടും ഒരു യാത്ര. രചന ശ്രീ തോമസ് കാവാലം. മഴയില്ലാത്തൊരു വൈകുന്നേരം തെരുവിലെ മഞ്ഞ വിളക്കുകൾക്ക് കീഴിൽ ഓർമ്മകൾ അയവിറക്കി അവനിരുന്നു. സൂര്യൻ ഇനിയും അസ്തമിച്ചിട്ടില്ലായിരുന്നു. കടൽ തീരത്തെ പഞ്ചാര മണലിൽ അവിടെ അവിടെയായി ഒറ്റയ്ക്കും ഇണകളായും ആളുകൾ ഇരിപ്പുറപ്പിച്ചിരുന്നു. കടൽ പൊതുവെ ശാന്തമായിരുന്നുവെങ്കിലും കുഞ്ഞലകൾ തീരത്തെ ആശ്ലേഷിച്ചുകൊണ്ടിരുന്നു. അയാൾ അവളുടെ പേര് മണലിൽ കുറിച്ചു, മീര. എഴുതേണ്ട താമസം ഒരു കൂട്ടം തിരകൾ വന്ന് അത് മായ്ച്ചു കളഞ്ഞു. മണലിൽ കുറിച്ച പേര് മാഞ്ഞു പോയതുപോലെ അവന്റെ കഴിഞ്ഞകാല സ്മൃതിപഥത്തിൽ മാഞ്ഞു കിടന്നു. പക്ഷെ കടൽ തീരത്ത് പുതിയ തിരകൾ അടിക്കുന്നത് പോലെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്ത ആവർത്തിച്ചു കൊണ്ടിരുന്നു. എവിടെയാണ് താൻ അവളെ ആദ്യമായി കണ്ടത്? എന്നാണ് താൻ അവളെ അവസാനമായി കണ്ടത്? എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്? അവൻ ആത്മഗതം ചെയ്തു. ചെടിയിൽ ഒരു പൂ വിടർന്ന് വാടി വീഴുമ്പോൾ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു പൂ വിടരുന്നത് പോലെ ചില നിമിഷങ്ങളിൽ പുതിയ ചിന്തകളിൽ അവന്റെ മനസ്സ് ആനന്ദിച്ചിരുന്നു. മീരയും അജിയും ഏത് ചെറുപ്പക്കാരെ പോലെയും അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഒന്നായി വിവാഹം കഴിച്ചു. ഏകദേശം 1 വർഷത്തോളം ഒന്നിച്ചു താമസിച്ചു. പക്ഷെ സമയം കടന്നു പോകുമ്പോൾ അവർ തമ്മിലുള്ള മനസ്സിന്റെ ദൂരം കൂടുകയായിരുന്നു. ഒരിക്കൽ അവർ ലോകത്തോട് ചേർന്ന് ചിരിച്ച കൂട്ടുകാരായിരുന്നു. പുസ്തകശാലകളിലും കാപ്പിക്കടകളിലുമൊക്കെ പങ്കിട്ട സ്വപ്നങ്ങൾ. അവധി ദിവസങ്ങളിൽ പോലും തമ്മിൽ കണ്ടുകൊണ്ടിരുന്നത് കരുത്തായിരുന്നു അവർക്ക്. പിന്നീട് ജീവിതം അപ്രതീക്ഷിതമായി വഴിതിരിഞ്ഞു. ചില വാക്കുകൾ അറിയാതെ പറഞ്ഞുപോയി. ഒരു സ്വപ്നത്തിൽ എന്ന പോലെയായിരുന്നു അവന്റെ വാക്കുകളും അതിന് അവൾ നൽകിയ മറുപടിയും. മീര, നീ അല്പം കൂടി മോഡേണായി വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നമുക്കൊരു റീൽ ഉണ്ടാക്കാം. ഒപ്പം കുറെ വീഡിയോകളും. ഒന്നല്ല, അനേകം. ആ റീലുകൾ വൈറലായാൽ? ചേട്ടാ, അതൊരു അലർച്ചയായിരുന്നു. ആ വിളിയിൽ വീട് നടുങ്ങി. അപ്പോൾ അവൾ തുടർന്നു, അപ്പോൾ എന്നെ വിവാഹം കഴിക്കുമ്പോൾ ചേട്ടന്റെ മനസ്സിൽ ഇതായിരുന്നു ചിന്ത അല്ലേ? എന്റെ ശരീരം വിറ്റ് കാശുണ്ടാക്കുക? അതല്ല മീര ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് എ ഫ്യൂ ഫ്രാങ്ക്സ്, ചില തമാശകൾ. ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വേണ്ടത് രസമാണ്. നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ. ഒരു കൊച്ചു കുട്ടിയെ പോലെ അജി അവളോട് പറഞ്ഞു. രസം പോലും രസം എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങളുടെ ആരാണ്? നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ നമ്മൾ ആരായിരിക്കും? മീര, ഈ ബാംഗ്ലൂർ നഗരത്തിൽ നമ്മെ അറിയാവുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. നാട്ടിൽ ആരും ഈ വീഡിയോകളും റീൽസും കാണാൻ പോകുന്നില്ല. അജി അവന്റെ വാദഗതികൾ മീരയുടെ മുമ്പിൽ നിരത്തി. അവന്റെ വാദത്തിന് ഉപോദ്ബലകമായി മറ്റൊരു കാര്യം കൂടി അവൻ പറഞ്ഞു. ഈ നഗരത്തിൽ നമ്മുടെ വിവാഹം കഴിക്കാത്ത മലയാളി പെൺകുട്ടികൾ എത്ര പേർ കന്യകളായി ഉണ്ടാകും? ചേട്ടന്റെ മനസ്സ് ഇത്ര ചീഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പെൺകുട്ടികളെ കുറിച്ച് ഇത്ര മോശമായ അഭിപ്രായമാണല്ലോ ചേട്ടനുള്ളത്. അങ്ങനെ ജീവിക്കാനാണെങ്കിൽ വീട് വിറ്റ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനും ഈ നഗരത്തിൽ പഠിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ചേട്ടൻ എന്നെ കുറിച്ചും ധരിച്ചു വച്ചിരിക്കുന്ന ഇതാണല്ലേ? അന്ന് രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മീര അവളുടെ സാധനങ്ങളെല്ലാം പിറകി കെട്ടി അവിടെ നിറങ്ങി. ഗുഡ് ബൈ. അവൾ ഇത് പറയുമ്പോൾ അവളുടെ സ്വരത്തിലൊരു നിശ്ചയദാർഢ്യം നിഴലിച്ചിരുന്നു. അവൻ ഇപ്പോഴും ഓർക്കുന്നു, ഒന്നും വേണ്ടായിരുന്നു. ചില വാക്കുകൾ ചെറുവിത്ത് പോലെ മനസ്സിൽ കിടക്കും, പിന്നെ മുളച്ചു പൊങ്ങും. കാലത്തിന്റെ തികവിൽ അതൊരു പെരുമരമായി തീരും. തെറ്റിദ്ധാരണയുടെയും വെറുപ്പിന്റെയും കൂറ്റൻ മരങ്ങളായി തീരും. കാലം കടന്നപ്പോൾ വിവാഹമോചനത്തിന്റെ വക്കോൾ അവർ എത്തിച്ചേർന്നു. അവൾ നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയിട്ട് വർഷങ്ങൾ 2 കടന്നുപോയി. അവർ രണ്ടുപേരെ ജീവിതത്തിന്റെ 2 തീരങ്ങളിലായി നിന്നു. കത്തെഴുതുന്ന കാലം അല്ലെങ്കിൽ പോലും അവൻ പല കത്തുകൾ എഴുതി. പിന്നെ ചിലത് അയക്കാതെ കത്തിച്ചു കളഞ്ഞു. ഒരിക്കലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ഈരടികൾ ഒരു മൗന സംഗീതമായി അവിടെ അലയടിച്ചു. പിന്നെ മങ്ങി അപ്രത്യക്ഷമായി. പെട്ടെന്ന് പാർക്കിന് പുറത്ത് ഒരു ബഹളം കേട്ടാണ് അജി ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവൻ അവിടേക്ക് ഓടിച്ചെന്നു. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ അവനെ പൊതിഞ്ഞു. കുറെ ആളുകൾ അവിടെ കൂട്ടം കൂടി നിന്നിരുന്നു. റോഡിൽ രക്തം തളം കെട്ടി നിന്നു. ഒരു നിമിഷം അവന്റെ ഹൃദയം നിന്നു പോകുന്നത് പോലെ അവന് തോന്നി. ഏകദേശം 28 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആ രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്നു. അവളുടെ വശത്തായി അവൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം, അല്പം അകലെ ഒരു ഓട്ടോറിക്ഷയും. അവളുടെ വാഹനത്തിന്റെ മുൻചക്രം അപ്പോഴും ചെറുതായി ചലിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം അവൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവൻ അവളെ തിരിച്ചറിഞ്ഞത്. അവന്റെ മീര. അപ്പോഴും അവൻ അവന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ഭാര്യ. പിന്നെ ഒരു നിമിഷം പോലും അവൻ അമാന്തിച്ചില്ല. അവളെയും കോരിയെടുത്ത് അവന്റെ വണ്ടിയിലിട്ട് ആശുപത്രിയിലേക്ക് അവൻ കുതിച്ചു. ചേട്ടാ, ഇതെങ്ങനെ ഞാൻ ഇവിടെ ആശുപത്രിയിൽ?
ഒരു കൊച്ചു കുട്ടിയെ പോലെയുള്ള അവരുടെ ചോദ്യം കേട്ട് അവൻ അത്ഭുതപ്പെട്ടു. ദൈവനിശ്ചയം മാറ്റാൻ നമുക്കാവില്ല മീര. മനസ്സുകൊണ്ട് ഒന്നിച്ചാൽ ഒരു ശക്തിക്ക് നമ്മെ വേർപെടുത്താൻ സാധിക്കില്ല. കാറ്റടിക്കുന്നിടത്തോളം കാലം കടലിൽ തിരകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് തിരയുടെ ശക്തിയും ഏറെയും കുറഞ്ഞും ഇരിക്കും. പക്ഷെ നമ്മുടെ കപ്പൽ നമ്മൾ മുങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. വരണ്ട് കിടന്ന ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ വീണപ്പോൾ മഴയുടെ മണവും ഭൂമിയുടെ മണവും ഒത്തുചേർന്ന ഒരു ഗന്ധം ചെറിയ കാറ്റിന്റെ അലകൾ അവിടേക്ക് കൊണ്ടുവന്നു. അജി അവന്റെ ബാഗിൽ നിന്നൊരു പുസ്തകം പുറത്തെടുത്തു. ഒരു പഴയ കവിതാ സമാഹാരം. നമ്മൾ ഒരിക്കൽ വായിച്ചിരുന്നത് ഇതല്ലേ? അജി ചോദിച്ചു. മീരയുടെ മുഖത്തൊരു നിശബ്ദ പുഞ്ചിരി വിടർന്നു. അതെ, അന്ന് നമുക്ക് കവിതയായിരുന്നു ജീവിതം. മഴയുടെ ശക്തി കൂടി. മഴത്തുള്ളികൾ ഓർമ്മകളെ മാടി വിളിക്കുന്നത് പോലെ അജിക്ക് തോന്നി. ജീവിതം നമ്മളെ അകറ്റിയെങ്കിലും കാലം നമ്മെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അജി ശാന്തമായി പറഞ്ഞു. ചില ബന്ധങ്ങൾ മരിക്കില്ല, അവ ഉറങ്ങും, അത്രമാത്രം. ഒരു മഴയുടെ വിളിയിൽ അത് ഉണരും. മീര മറുപടി നൽകി.